കാര്യം എന്നെ ഇവിടെ കേൾക്കാൻ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരോടാണ് പറയാനുള്ളത്. നിങ്ങൾ വെളുപ്പിന് 4 മണി മുതൽ ഉറക്കമളച്ച് നിങ്ങൾ ചെയ്ത പ്രവർത്തികളെല്ലാം വൃഥാവിലായിരിക്കുന്നു. നിങ്ങൾ ആർക്ക് വേണ്ടി ചെയ്തോ അതേ കൂലിയ ഇന്നില്ലാതായിരിക്കുന്നു. അതിന്നില്ലാതായിരിക്കുന്നു. നിങ്ങൾ ഒരൊറ്റ കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്ന് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററെ വത്തിക്കാൻ പിൻവലിച്ചിരിക്കുന്നു. എന്നിട്ടാണ് മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനമേറ്റത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. മാർപ്പാപ്പ പറഞ്ഞു, മാർപ്പാപ്പയുടെ അടുക്കൽ ഇവിടത്തെ വൈദികര് തീവ്രവാദികളാണ്, മാവോയിസ്റ്റുകളാണെന്നൊക്കെ പറഞ്ഞ് കത്ത് കൊടുത്തു. മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചു. നാട് മുഴുവൻ ഓടി നടന്ന് പലതും പറഞ്ഞ് പ്രചരിപ്പിച്ചവരെല്ലാം ഇന്ന് ഈ അറബിക്കടലിന്റെ മാതാവിന്റെ മുമ്പില് അറബിക്കടലിൽ ആണ്ടുപോയിരിക്കുന്നു. ഒരൊറ്റയാൾക്കിന്ന് നിലനിൽപ്പില്ല. നമ്മുടെ പോരാട്ടം നമ്മൾ സഹനത്തിൽ ആരംഭിച്ച പോരാട്ടമാണ്. സഹനത്തിലൂടെ മുന്നേറിയ പോരാട്ടമാണ്. നമ്മുടെ വൈദികർ ഓരോ പോരാട്ടവും തുടങ്ങുന്ന സമയത്ത് ഈ ദേവാലയത്തിലെ ഈ ബസിലിക്കയിലെ പുണ്യശ്ലോകരായ പിതാക്കന്മാരുടെ മുമ്പിൽ കവറിടത്തിങ്കന്റെ മുന്നിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുള്ളത്. ആ പ്രാർത്ഥനയുടെ ഫലമാണ് ഇന്ന് നമുക്ക് ലഭിച്ചത്. പ്രിയപ്പെട്ട വൈദികരെ, നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാനുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ ഇനി അറസ്റ്റ് വരിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, നിങ്ങൾ നേരത്തെ കുറെ പേരുണ്ടെന്ന് പറഞ്ഞിരുന്നു, എത്രയും പെട്ടെന്ന് പോലീസ് ഉദ്യോഗസ്ഥരുടെ കയ്യിൽ ലിസ്റ്റ് കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആ ലിസ്റ്റിലെ പേര് ചേർക്കേണ്ടവർ എല്ലാവരും എത്രയും പെട്ടെന്ന് പേര് ചേർക്കണം. എന്തായാലും നമ്മുടെ വിജയത്തിന്, നമ്മുടെ സഹന സമരത്തിന് ഇന്ന് നമ്മൾ ഇവിടെ വിജയം കാണുകയാണ്. ആ വിജയത്തിന്റെ ആഹ്ലാദത്തിൽ നമ്മൾ ഇവിടെ നിന്നിറങ്ങി ഒരു പ്രകടനമായി മുദ്രാവാക്യങ്ങൾ വിളിച്ച് ഇതിലെ പുറത്തേക്ക് ഇറങ്ങി വഞ്ചി സ്ക്വയർ വഴി ചുറ്റി നമ്മൾ വീണ്ടും ഇവിടെ തിരിച്ചു വരും. എത്രയും പെട്ടെന്ന് ഞാൻ ഒരു കാര്യം പറയാനാണ് ഇവിടെ നിൽക്കുന്നത്. പ്രിയമുള്ളവരെ, ലിഡിയ ജേക്കബ് ചേരുന്നുണ്ട്. ലിഡിയ, എങ്ങനെയാണ് വിജയ ആഘോഷം? പ്രതിഷേധം എന്ന് പറയുന്നത് പ്രതിഷേധം അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ ഈ പോലീസിന്റെ നടപടിക്കെതിരായി വലിയ രീതിയിലുള്ള ആ ഒരു പ്രതിഷേധം, പോലീസിന്റെ നടപടിക്കെതിരായിട്ടുള്ള കാര്യങ്ങൾ, അത് അറസ്റ്റ് വരിക്കാതെ തങ്ങൾ പിന്നോട്ടില്ല എന്നുള്ള തരത്തിലുള്ള നിലപാടിൽ തന്നെയാണ് വൈദികരുള്ളത്. കാരണം നടപടിയെടുത്ത 21 വൈദികരെ അറസ്റ്റ് ചെയ്യണം, ഒപ്പം ബാക്കിയുള്ള വൈദികരെയും അറസ്റ്റ് ചെയ്യണം എന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ വൈദികരും വിശ്വാസികളും ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു തരത്തിൽ സമരം അവസാനിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എങ്കിൽ പോലും ഇത്തരത്തിൽ ജോസഫ് പാംപ്ലാനി മേജർ ആർച്ച് ബിഷപ്പ് വികാരിയായി വന്ന സ്ഥിതിക്ക് ഇവരോട്, അതായത് സമരം ചെയ്യുന്ന ആളുകളോട് കൂടുതൽ ആഭിമുഖ്യമുള്ള വ്യക്തി എന്ന നിലയിൽ ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടു, അല്ലെങ്കിൽ ആ തരത്തിൽ അവരുടെ സമരം വിജയം കണ്ടു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിൽ തന്നെയാണ് അവർ ഒരു വിജയാഹ്ലാദം നടത്തുന്നത്. ആ ഒരു തരത്തിൽ ബോസ്കോ പുത്തൂരിനെ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റിയ ഒരു സാഹചര്യത്തിൽ ആ ഒരു കാര്യം വിജയം ആണ് എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. ആ ഒരു തരത്തിൽ വലിയ രീതിയിലുള്ള ആഹ്ലാദ പ്രകടനങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും പോലീസ് നടപടിക്കെതിരെയുള്ള പ്രതിഷേധമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം രാവിലെ മുതൽ അവർ പ്രതിഷേധിച്ചതും ഇതിന് തന്നെയായിരുന്നു. വൈദികരെ അറസ്റ്റ് ചെയ്യണം, 100ഓളം വൈദികരെ അറസ്റ്റ് ചെയ്യണം, അവർ തങ്ങൾ അറസ്റ്റ് വരിക്കാൻ തയ്യാറാണ്, അത്തരത്തിൽ തങ്ങളെയും അറസ്റ്റ് ചെയ്യണം എന്നുള്ള നിലപാടിൽ തന്നെയാണ് നിലവിൽ പ്രതിഷേധക്കാരുള്ളത്. ഇപ്പോൾ പോലീസിനെതിരെ പ്രതിഷേധക്കാർ തിരിയുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ചെറിയ രീതിയിലുള്ള വാക്കേറ്റം ഉണ്ടാകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.
അറസ്റ്റ് ചെയ്യണമെന്നുള്ള അറസ്റ്റ് വരിക്കാൻ തങ്ങൾ തയ്യാറാണ്, ചെയ്യണമെന്നുള്ള നിലപാടിൽ നിന്ന് പിന്മാറില്ല എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. അല്ലാതെ ഇവർ പിന്നോട്ട് പോവില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ്. അത്തരത്തിൽ സമരം അവസാനിച്ചിട്ടില്ല. വിജയാഘാതമുണ്ടെങ്കിൽ പോലും അപ്പസ്തോലിക് ബോസ്കോ പുത്തൂരിനെ മാറ്റിയതിൽ വിജയാഘാതമുണ്ടെങ്കിൽ പോലും പോലീസിനെതിരെയാണ് ഇവർ ഇപ്പോൾ സമരം ചെയ്യുന്നത്, അല്ലെങ്കിൽ പോലീസിനെതിരെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം നമ്മൾ കാണുന്നത്. അത്തരത്തിലാണ് നിലവിൽ ഇവിടുത്തെ സാഹചര്യങ്ങൾ. പോലീസ് അറസ്റ്റ് ചെയ്യണം എന്ന് തന്നെയുള്ള നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. ഇത്തരത്തിൽ ജോസഫ് പാംപ്ലാനി സ്ഥാനത്തേക്ക് വരുമ്പോൾ, മേജർ ആർച്ച് ബിഷപ്പ് വികാരിയായി ജോസഫ് പാംപ്ലാനി സ്ഥാനത്തേക്ക് വരുമ്പോൾ അപ്പസ്തോലിക് ഡയറക്ടർ എന്നുള്ള സ്ഥാനം നീക്കിയത് മൂലം ഇത്തരത്തിൽ ഇവരുടെ സമരം വിജയിച്ചു, അല്ലെങ്കിൽ ഇവരോട് കൂടുതൽ ആഭിമുഖ്യമുള്ള, അല്ലെങ്കിൽ അത്തരത്തിൽ ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്ന് വിചാരിക്കുന്ന ആൾ തന്നെയാണ് ജോസഫ് പാംപ്ലാനി എന്ന് പറയുന്നത്. ഇവരുടെ ആവശ്യവും അത്തരത്തിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു തരത്തിൽ ഇവരുടെ പ്രതിഷേധം വിജയമാണ്. അതിന്റെ ആഹ്ലാദ പ്രകടനങ്ങളുണ്ട്. എന്നിരുന്നാൽ പോലും പോലീസിന്റെ നടപടിയെ, രാവിലെ മുതൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലീസിന്റെ നടപടിയെ ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കില്ല എന്നുള്ള നിലപാടിലാണ് ഇവർ ഇപ്പോഴും ഉള്ളത്. ആ ഒരു പ്രതിഷേധമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലിഡിയ ജേക്കബാണ് വിശദാംശങ്ങൾ നൽകിയത്.